ഭാഗമാകാൻ പറ്റും ഞാൻ ഭാഗ്യമായിട്ട് ദൈവത്തിന് അനുഗ്രഹമായിട്ട് കരുതുന്നു. പോയിട്ട് സിനിമ നിങ്ങളെല്ലാവരും സിനിമ പോയി തിയേറ്ററിൽ തന്നെ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. അതാണ് ഇപ്പോൾ ആവശ്യം. എങ്ങനെയായിരുന്നു ഈ കോമഡി ഒക്കെ? ശരിക്കും ആൾക്കാർ ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു. നന്നായി വന്നിട്ടുണ്ട്. കാരണം അത്രയും നല്ല ആർട്ടിസ്റ്റുകൾ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പം നന്നായി വന്നിട്ടുണ്ട്. വിനയ് ഫോർട്ടാണ് തകർത്തത്. കാരണം വിനയ് ഫോർട്ടാണല്ലോ മെയിൻ പരിപാടി ചെയ്തേക്കുന്നത്. ഇത്രയും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ഈ അടുത്ത് ഞാൻ കണ്ടത് വിനയ് ഫോർട്ടാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ തീർച്ചയായിട്ടും അത് തിയേറ്ററിൽ വന്ന് കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇത് തന്നെയാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ, അതായത് ഒരു സ്ത്രീ അങ്ങോട്ട് മൊഴി ചൊല്ലുന്ന ഒരു സംഭവം? ഇല്ലില്ല, അങ്ങനെ പേടിയൊന്നും ഇല്ലായിരുന്നു, ടെൻഷനും ഇല്ലായിരുന്നു. എനിക്കും പുതിയ എന്തെങ്കിലും പറയണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ ഇതുവരെ കാണാത്ത എന്തെങ്കിലും സംഭവങ്ങൾ നമ്മൾ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൽ നിന്നുള്ള ധൈര്യം തന്നെയാണ്. അപ്പൻ ചെയ്യുമ്പോഴും എനിക്ക് അത്തരത്തിൽ പേടിക്കേണ്ട കുറേ സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇൻ്റർവൽ പഞ്ചും അതിൻ്റെ, അപ്പോൾ അതൊക്കെ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാന്നുള്ളതായിരുന്നു. അപ്പോൾ അപ്പൻ്റെ വിജയം എന്നെ ഇതിലേക്ക് കൂടുതൽ ധൈര്യം തന്നു ഇതുപോലെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ഇതിൽ നിന്നും ഭയങ്കര പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് വരുന്നു. അപ്പോൾ അടുത്ത സിനിമയിലും നമുക്ക് ഇത്തരം പരീക്ഷണങ്ങൾ ചെയ്യാനുള്ള ഒരു ധൈര്യം തന്നെയാണ്. കഥ പറയുന്നത് ശരിക്കും യാഥാസ്ഥികമായ ഒരു ഗ്രാമത്തിലൂടെയാണ്, പക്ഷെ അത് പറയുന്ന പല പോയിന്റുകളും പലർക്കും കൊള്ളുന്ന ടൈപ്പിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റെസ്പോൺസ് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, എനിക്ക് മനസ്സിൽ തോന്നുന്ന, എനിക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങളാണ് ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത്. അത് എന്താണ് അത് പ്രേക്ഷകർക്ക് ഏത് തരത്തിലും എടുക്കാം. ഒരാൾ കാണും, അത് എങ്ങനെ കാണണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് അതിലേക്ക് എടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഇനിയും ഇതുപോലെയുള്ള സിനിമകൾ പ്രതീക്ഷിക്കണം. ഉറപ്പായിട്ടും എനിക്ക് ഇത്തരം സിനിമകൾ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇനി വേറൊരു ജോണർ പരീക്ഷിക്കണം ആദ്യം. അതിനുശേഷം ഇത്തരം നല്ല സന്ദർഭങ്ങളും നല്ല കഥകളും തിരക്കഥകളും മനസ്സിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. താങ്ക് യു വെരി മച്ച്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കാര്യം അതായത് ഇത് വലിയ ആർട്ടിസ്റ്റുകളോ ബഹളങ്ങളോ ഒന്നും ഇല്ലാത്ത സിനിമയാണ്. പക്ഷേ ഇതിൻ്റെ കണ്ടൻറ്റും ആളുകൾക്ക് ഇവിടെ പരീക്ഷണങ്ങളും നല്ല സിനിമകളിലൂടെ ഈ മലയാളി ഓഡിയൻസ് പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ഈ കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് സ്വീകരിക്കപ്പെടുന്നുണ്ട്. അപ്പം ഈ സിനിമയും നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണുക, എല്ലാവരും റിവ്യൂസ് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരോടും ഷെയർ ചെയ്യണം. അങ്ങനെയാണ് ആളുകൾ തിയേറ്ററിലേക്ക് എത്തുള്ളൂ, ഞങ്ങൾക്ക് ഒരു സപ്പോർട്ട് ആവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഒരുപാട് ഹിറ്റ് സിനിമകൾ 100 കോടി ക്ലബിലൊക്കെ കയറുന്ന സിനിമകൾ വരുന്ന ടൈമാണ്. ആ പടങ്ങളൊക്കെ കാണാൻ ആളുകൾ വരുന്നുണ്ട്, പക്ഷേ ചില സിനിമകൾക്ക് റെക്കഗ്നീഷൻ കിട്ടുന്നില്ല. അതെ, എനിക്ക് തോന്നുന്നത് സിനിമയുടെ പ്രശ്നങ്ങളായിരിക്കാം. പക്ഷേ എനിക്ക് ഈ സിനിമയിൽ പൂർണ്ണമായ കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇത് പറഞ്ഞു കേട്ട് ആളുകൾ തിയേറ്ററിലേക്ക് വരുന്ന ദിവസങ്ങളിൽ എത്തും തന്നെയാണ് എൻ്റെ വിശ്വാസം.